Everstrong Learning. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എവിസ്ട്രോൺ ലേണിംഗ്. നമ്മളിന്ന് ക്ലാസ് 1 ഇംഗ്ലീഷിലെ യൂണിറ്റ് 2-ലെ ബാക്ക് ടു ഗ്രീൻ എന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. പോളി ഈസ് വെയ്റ്റിംഗ് ഫോർ ഹെർ ചിക്സ്. പോളി അവളുടെ കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ പോളി എന്ന് പറഞ്ഞാൽ ഒരു പാരറ്റാണ്. പാരറ്റ് തൻ്റെ കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്നു. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? എപ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരിക എന്ന് പോളി പറയുന്നു. വേർ ആർ പോളീസ് ഫ്രണ്ട്സ്? പോളിയുടെ കൂട്ടുകാരെവിടെ? നമുക്ക് നോക്കാം എവിടെയെന്ന്. ഇതാ ഇവിടെ കാണാൻ കഴിയും. പോളീസ് ഫ്രണ്ട്സ് ആർ നിയർ ദ നെസ്റ്റ്. പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഇവിടെ? എലിഫൻറ്റ്, ഡക്ക്, റാബിറ്റ്. ഇവർ 3 പേരുമാണ് പോളിയുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പോളി, ആർ ദ ചിക്സ് ഔട്ട്? പോളി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറത്തു വന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. നോ, ഐ ആം വെയിറ്റിംഗ്. ഇല്ല, ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പോളി പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. വിൽ ഹെർ ഫ്രണ്ട്സ് വെയിറ്റ് ദ? പോളിയുടെ കൂട്ടുകാർ അവിടെ വെയിറ്റ് ചെയ്യുമോ? നമുക്ക് നോക്കാം. ചെയ്യാതിരിക്കും അല്ലേ? ദീസ് ആർ പോളീസ് എഗ്. ഇതാണ് പോളിയുടെ മുട്ടകൾ. ഐ ആം ഔട്ട്. ഞാൻ പുറത്തു വന്നു. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ആദ്യത്തെ ലിറ്റിൽ പാരറ്റ് പുറത്തു വന്നു. ആദ്യത്തെ തത്തക്കുഞ്ഞ് പുറത്തു വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. രണ്ടാമത്തെ തത്തക്കുഞ്ഞും പുറത്തു വന്നു. ഐ ആം ഔട്ട് ടു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ തത്തക്കുഞ്ഞും പുറത്തു വന്നു. ദ തേർഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. മൂന്നാമത്തെ തത്തക്കുഞ്ഞും മുട്ടയിൽ നിന്നും പുറത്തു വന്നു. നൗ ദർ ആർ 3 പാരറ്റ്സ്. അപ്പോൾ ഇപ്പം 3 ആളും പുറത്തു വന്നു. 1 ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് ഫസ്റ്റ്. ആദ്യം ഒരു തത്തക്കുഞ്ഞായിരുന്നു പുറത്തു വന്നത്. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് നെക്സ്റ്റ്. പിന്നെ രണ്ടാമത്തെ തത്തക്കുഞ്ഞു. ദ 3 ലിറ്റിൽ പാരറ്റ്സ് ഓപ്പൺ ദ ഐസ്. 3 തത്തക്കുഞ്ഞുങ്ങളും അവരുടെ കണ്ണുകൾ തുറന്നു. ഐ ആം ജിൽ എന്ന് ആദ്യത്തെ തത്തക്കുഞ്ഞ് പറഞ്ഞു. ഐ ആം ഡിൽ എന്ന് രണ്ടാമത്തതും പറഞ്ഞു. മൈ നെയിം ഈസ് റിൽ എന്ന് മൂന്നാമത്തതും പറഞ്ഞു. എൻ്റെ പേര് ജിൽ എന്നാണ് ആദ്യത്തേത് പറഞ്ഞത്. രണ്ടാമത്തെ തത്തക്കുഞ്ഞ് എൻ്റെ പേര് ഡിൽ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ തത്തക്കുഞ്ഞ് എൻ്റെ പേര് റിൽ എന്ന് പറഞ്ഞു. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ജില്ലിന് വലിയ ചുണ്ടാണ്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. വലിയ ചുണ്ടാണ് അല്ലേ? ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. ഡില്ലിന് വലിയ കാലുകളാണ്. ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. റിൽ ഹാസ് എ റെഡ് റിങ്. റില്ലിന് കഴുത്തിൽ ഒരു റെഡ് റിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? വൺ ടു ത്രീ ജിൽ, ഡിൽ ആൻഡ് റിൽ. 3 പേരും ജിൽ, ഡിൽ ആൻഡ് റിൽ. ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. ആകാശത്തിലേക്ക് പറന്നു. ജിൽ, ഡിൽ ആൻഡ് റിൽ പ്ലേ എറൗണ്ട്. ജില്ലും ഡില്ലും റില്ലും ചുറ്റുപാടു നിന്നും കളിച്ചു നടന്നു. റിൽ ഫ്ലൈസ് എവേ. റില്ല് പറന്നുപോയി. വിൽ റിൽ കം ബാക്ക്? റില്ല് തിരിച്ചു വരുമോ എന്നാണ് ഇവിടെ ചോദിച്ച ചോദ്യം. നമുക്ക് നോക്കാം.
ഔച്ച്. ഓ, അപ്പം റില്ല് ഒരു പെയിൻറ്റിൻ്റെ ക്യാനിൽ വീണു അല്ലേ? അതാണ് റില്ല്. ഇതാ നമുക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ കഴിയും. ഒരു ചുവപ്പ് നിറത്തിലുള്ള പെയിൻറ്റിൽ ആര് വീണു? റില്ല് വീണു. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. ഇവിടെ പറയുന്നുണ്ട് റില്ല് ഒരു ടിന്നിലേക്ക് വീണു. ദർ ഈസ് എ റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. ദർ ഈസ് റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. അതിൽ റെഡ് പെയിൻറ്റ് ഉണ്ടായിരുന്നു. ഇതിവിടെ നമുക്ക് കാണാൻ കഴിയും, റെഡ് പെയിൻറ്റ് ഉണ്ട് അല്ലേ? ക്യാൻ റിൽ കം ഔട്ട് ഓഫ് ദ ടിൻ. റില്ലിന് ആ ടിന്നിൽ നിന്നും പുറത്തു വരാൻ കഴിയുമോ? കഴിയും അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് റില്ല് ഇവിടെ പുറത്തു വന്നിട്ട് ആ പച്ച നിറത്തിലുള്ള റില്ല് ചുവപ്പ് നിറത്തിലേക്ക് മാറി. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? റിൽ വാസ് ഗ്രീൻ. റില്ല് ആദ്യം പച്ച നിറത്തിലായിരുന്നു. നൗ ഹീ ഈസ് റെഡ്. ഇപ്പോൾ റില്ലിൻ്റെ കളർ നോക്കൂ, റെഡ് കളറായി മാറി അല്ലേ? ചുവപ്പ് നിറത്തിൽ ആയി മാറി. ഹീ വാക്സ് ഹോം. അവൻ വീട്ടിലേക്ക് പോകുന്നു. വാട്ട് വിൽ ജിൽ ആൻഡ് ഡിൽ സേ. എന്തായിരിക്കും ഇവൻ്റെ സഹോദരങ്ങളായ ജില്ലും ഡില്ലും പറയുക? നമുക്ക് നോക്കാം. റിൽ കംസ് ബാക്ക്. റില്ല് തിരിച്ചു വന്നു. ഹു ആർ യു എന്ന് ഒരു പാരറ്റ് ചോദിച്ചു. ഐ ആം റിൽ എന്ന് റില്ല് പറഞ്ഞു. നോ, റിൽ ഈസ് ഗ്രീൻ. അപ്പോൾ ഒരു പാരറ്റ് പറഞ്ഞു റില്ല് പച്ച നിറത്തിലാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലേ ഇതാരാണെന്ന്? റില്ലാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്താ കാര്യം? റില്ലിൻ്റെ കളറ് മാറിപ്പോയി. ആ ക്യാനിൽ വീണതോടുകൂടി റില്ലിൻ്റെ കളർ മാറിപ്പോയി. വാട്ട് വിൽ റിൽ ഡൂ നൗ. ഇപ്പോൾ എന്തായിരിക്കും റില്ല് ചെയ്യുക? നമുക്ക് നോക്കാം. റിൽ ഈസ് സാഡ്. റില്ല് ദുഃഖത്തിലാണ്. സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖത്തിലാണ്. ഹീ വാക്സ് എവേ. അവൻ നടന്നു പോകുന്നു. വേർ വിൽ റിൽ ഗോ. എങ്ങോട്ടായിരിക്കും റില്ല് പോവുക എന്നാണ് ഇവിടെ ചോദിച്ച ചോദ്യം. നമുക്ക് നോക്കാം. കം, ഇറ്റ് ഈസ് റെയിനിങ്. അപ്പോഴേക്കും അവിടെ മഴ പെയ്തു. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം റില്ലിൻ്റെ പച്ച നിറം റില്ലിനെ തിരിച്ചു കിട്ടുന്നു. എങ്ങനെ? മഴ പെയ്തത് കാരണം ആ ചുവപ്പ് നിറം വെള്ളം കാരണം ഒലിച്ചു പോകുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ തുടങ്ങി. വാട്ട് വിൽ ഹാപ്പൻ നൗ. ഇപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ഇവിടെ ചോദിച്ച ചോദ്യം. എന്താണ് സംഭവിക്കുക? ആ പച്ച നിറം റില്ലിന് തിരിച്ചു കിട്ടി. ചുവപ്പ് നിറം മഴ കാരണം ഒലിച്ചുപോയി. റിൽ, മൈ ഡിയർ. ഹുറേ, ഐ ആം ഗ്രീൻ അഗെയിൻ. ഇവിടെ റില്ലിനെ അവർ തിരിച്ചറിയുന്നു. അപ്പോൾ റില്ല് സന്തോഷം കൊണ്ട് പറയാണ് ഞാൻ പിന്നെയും പച്ചയായി. ഇപ്പോൾ ഇവിടെ പാരറ്റിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ആരുടെ? മദർ പാരറ്റിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. എലിഫൻ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ഡക്ക് ഉണ്ട്. ഇവരെല്ലാം റില്ലിനെ കാണുന്നു. നൗ റിൽ ഈസ് ഗ്രീൻ. ഇപ്പോൾ റില്ല് പച്ച നിറത്തിലായി. ഓൾ ആർ ഹാപ്പി. എല്ലാവരും സന്തോഷവാന്മാരാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.